ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ യാത്രയുടെ സെക്കൻഡ് ഡേ ആട്ടോ. ഇന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാട്ടോ. അവിടെ നമ്മൾ പോയ ഉടനെ തന്നെ നമ്മൾ വണ്ടിയിൽ തന്നെ ഫുഡ് ആക്കേണ്ട എല്ലാ സെറ്റപ്പും കരുതിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ കപ്പയൊക്കെ വാങ്ങി വേവിച്ചു. കപ്പയും നല്ല കാന്താരി ചമ്മന്തി അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് വിറകത്തിന് നല്ലൊരു പുഴയുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് വലിയൊരു ഭംഗി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇവിടുന്ന് കപ്പയും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ നേരെ യാത്ര പോകുന്നത് ഇല്ലിക്കൽ കരയിലേക്ക് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മളിതാ നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നേരെ നമ്മൾ ഇല്ലിക്കൽ കല്ലിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മലയാട്ടോ അങ്ങോട്ടേക്ക്. ആ ഒരു കുന്നൊക്കെ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങോട്ട് പോകുന്നത്. അവിടെ എത്തിയ സമയത്തില്ലേ ഭയങ്കര വെയിലായിരുന്നു. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പൊള്ളും പോലത്തെ ഒരു വെയിലാട്ടോ. ആ സമയത്ത് അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നു. പക്ഷേ ഈ ഒരു മൊമെൻറ്റ്, ഇത് നമുക്കൊരിക്കലും തിരിച്ച് കിട്ടില്ല. ഈ ഒരു അറ്റ്മോസ്ഫിയർ നമുക്കൊരിക്കലും തിരിച്ച് കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ മെല്ലെ അങ്ങോട്ട് പോയി. കാരണം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഇങ്ങനെ ചേഞ്ചായി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലോട്ട് പോകാൻ വേണ്ടി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു വെയിലായിരുന്നു എന്നുള്ളത്. അങ്ങനെ നമ്മൾ പ്രവേശന പാസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ മുകളിലോട്ട് പോയി. അപ്പം ഈ ജീപ്പ് വരും. ഈ ജീപ്പിൽ വേണം നമുക്ക് ഏറ്റവും ടോപ്പിലോട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാക്കിൽ മുമ്പിലൊക്കെ ആയിട്ട് എല്ലാവരും കൂടി അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി മുകളിലോട്ട് എത്തുന്നതിനനുസരിച്ച് നമ്മുടെ ക്ലൈമറ്റൊക്കെ ഇങ്ങനെ മാറി മേഘങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ ഉണ്ടായിരുന്നത്. വെയിലെന്ന് പറഞ്ഞ് താഴെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും ഇങ്ങോട്ടുള്ള ആ ഒരു യാത്ര. നടന്ന് മുകളിലേക്ക് പോയാൽ ഒരു മടുപ്പില്ല. കാരണം നല്ലൊരു തണുപ്പാണ് അവിടെ. നല്ല തണുപ്പും കാറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസ് ആട്ടോ. നമ്മൾ ഏറ്റവും ടോപ്പിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. താഴെ ആ ഒരു ഭാഗത്ത് നിന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലൈമറ്റൊക്കെ മാറി മറിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. മഴ പെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാട്ടോ. ലാസ്റ്റ് മഴ പെയ്ത് കുറേ നനയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ താഴെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. അവിടെ പോയിട്ട് നിന്നു. നല്ല മഴ പെയ്യുമ്പോൾ തന്നെ മലഞ്ചെരിവുകളിലൂടെ ഇങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ പോന്ന് മാഞ്ഞു വരുന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ നമ്മൾ ജീപ്പ് നമ്മളെ പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും താഴേക്ക് തന്നെ യാത്ര പോകാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു വൈബ് ഇത് അടിപൊളിയായിരുന്നു. വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.